മുതിർന്ന കോൺഗ്രസ് നേതാവും പ്രവർത്തക സമിതി അംഗവുമായ ശശി തരൂർ കുടുംബവാഴ്ച ഇന്ത്യൻ ജനാധിപത്യത്തിന് ഭീഷണി എന്ന തലക്കെട്ടിൽ ഒരു മലയാള പത്രത്തിൽ എഴുതിയ ലേഖനം കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഒരു രാഷ്ട്രീയ കൊടുങ്കാറ്റായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ കുടുംബ രാഷ്ട്രീയ പാരമ്പര്യമുള്ള നെഹ്റു ഗാന്ധി കുടുംബത്തെ പേരെടുത്ത് വിമർശിച്ച തരൂർ കഴിവിന് പകരം പാരമ്പര്യത്തിന് മുൻതൂക്കം നൽകുന്ന പ്രവണത ജനാധിപത്യത്തിന് ഹാനികരമാണെന്ന് സ്ഥാപിക്കുന്നു. BJP വർഷങ്ങളായി കോൺഗ്രസിനെതിരെ ഉന്നയിക്കുന്ന പ്രധാന ആരോപണം ഒരു മുതിർന്ന പാർട്ടി നേതാവ് തന്നെ പരസ്യമായി ആവർത്തിച്ചത് ദേശീയ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ചും തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട്. ശശി തരൂർ തന്റെ ലേഖനത്തിലൂടെ ലക്ഷ്യമിടുന്നത് കോൺഗ്രസ് പാർട്ടിയെ മാത്രമല്ല, ഇന്ത്യൻ രാഷ്ട്രീയ വ്യവസ്ഥിതിയുടെ അടിസ്ഥാനപരമായ ഒരു ദൗർബല്യത്തെയാണ്. ശശി തരൂർ തന്റെ ലേഖനത്തിലൂടെ ലക്ഷ്യമിടുന്നത് കോൺഗ്രസ് പാർട്ടിയെ മാത്രമല്ല, ഇന്ത്യൻ രാഷ്ട്രീയ വ്യവസ്ഥിതിയുടെ അടിസ്ഥാനപരമായ ഒരു ദൗർബല്യത്തെയാണ്. അദ്ദേഹത്തിന്റെ വിമർശനങ്ങളുടെ വിഷയങ്ങളും നിരവധിയാണ്. ജവഹർലാൽ നെഹ്റു മുതൽ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി വരെയുള്ളവരുടെ സ്വാധീനം രാഷ്ട്രീയ നേതൃത്വം ഒരു ജന്മാവകാശമായി മാറുന്നു എന്ന ധാരണയ്ക്ക് അടിവരയിടുന്നുവെന്നും തരൂർ വിമർശിക്കുന്നു. മറ്റ് യോഗ്യതകളെക്കാൾ കുടുംബ പേര് സ്ഥാനാർത്ഥി നിർണയത്തിൽ നിർണായകമാകുന്ന രീതി ശരിയല്ല. കുടുംബാധിപത്യത്തിന് പകരം കഴിവും യോഗ്യതയും മാത്രം മാനദണ്ഡമാക്കി നേതാക്കളെ തിരഞ്ഞെടുക്കുന്ന രീതിയിലേക്ക് ഇന്ത്യൻ ജനാധിപത്യം മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇതിനായി വോട്ടർമാർക്ക് വിദ്യാഭ്യാസവും ശാക്തീകരണവും നൽകാനുള്ള കൂട്ടായ പരിശ്രമവും ആവശ്യമാണ്. കുടുംബവാഴ്ച ഭരണ നേതൃത്വത്തിന്റെ നിലവാരം കുറയ്ക്കുമെന്ന് തരൂർ വാദിക്കുന്നു. കുടുംബാധിപത്യത്തിലൂടെ അധികാരത്തിൽ വരുന്നവർക്ക് മണ്ഡലത്തിലെ ജനങ്ങളുമായി ഫലപ്രദമായി ഇടപഴകാൻ സാധിക്കുന്നില്ല. മാത്രമല്ല, അവരുടെ പ്രകടനം മോശമായാൽ പോലും ജനങ്ങളോട് കണക്ക് പറയേണ്ട ബാധ്യത വരുന്നില്ല. ഇത് ജനാധിപത്യ ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തത്തെയും വിശ്വസ്തതയും തകർക്കുന്നു. കുടുംബവാഴ്ച രാഷ്ട്രീയത്തിൽ തുടരുന്നതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് സാമ്പത്തികമാണ്. കുടുംബാധിപത്യ കുടുംബങ്ങൾക്ക് ഗണ്യമായ സാമ്പത്തിക മൂലധനമുണ്ട്. ഇത് അവർ അധികാരത്തിലിരുന്ന കാലയളവിനുള്ളിൽ സമ്പാദിച്ചതാണ്. ഒപ്പം വൻകിട സംഭാവനകളും ഇവർക്ക് ലഭിക്കുന്നു. ഈ സാമ്പത്തിക സ്വാധീനം രാഷ്ട്രീയപരമായ പരാജയങ്ങളെ മറികടക്കാൻ അവരെ സഹായിക്കുന്നു. മുൻപ് രാജകുടുംബങ്ങൾക്കും ഭൂവുടമകൾക്കും ലഭിച്ചിരുന്ന ആദരവാണ് ഇപ്പോൾ ഈ രാഷ്ട്രീയ കുടുംബങ്ങൾക്ക് ലഭിക്കുന്നത്. ഈ പാരമ്പര്യ ബഹുമാനം അവരെ അധികാരത്തിന് അനുയോജ്യരാക്കുന്നു. കുടുംബവാഴ്ച തുടരുന്നതിന്റെ പ്രധാന കാരണം പാർട്ടിക്കുള്ളിലെ ചലനാത്മകതയുടെ കുറവും സുതാര്യതയില്ലായ്മയുമാണെന്ന് തരൂർ അഭിപ്രായപ്പെടുന്നു. നേതൃത്വ തിരഞ്ഞെടുപ്പ് പ്രക്രിയകൾ സുതാര്യതയില്ലാത്തതിനാൽ ഒരു ചെറിയ സംഘമോ ഒരു നേതാവോ ആണ് സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നത്. നിലവിലെ വ്യവസ്ഥിതി മാറ്റാൻ ഇവർക്ക് താല്പര്യമില്ല. കുടുംബാധിപത്യം അവസാനിപ്പിക്കാൻ നിയമപരമായി നിർബന്ധിതമായ കാലാവധി ഏർപ്പെടുത്തുന്ന ഉൾപ്പെടെയുള്ള പരിഷ്കാരങ്ങൾ, കൂടാതെ അർത്ഥവത്തായ ആഭ്യന്തര പാർട്ടി തിരഞ്ഞെടുപ്പുകൾ നിർബന്ധമാക്കുന്നത് വരെയുള്ള മാറ്റങ്ങൾ ആവശ്യമാണെന്നും തരൂർ ശക്തമായി വാദിക്കുന്നു. തരൂർ കോൺഗ്രസിനെ വിമർശിക്കുമ്പോൾ തന്നെ കുടുംബവാഴ്ച എന്നത് ഇന്ത്യയിലെ ഒരു ദേശീയ പ്രതിഭാസമെന്നും സ്ഥാപിക്കുന്നുണ്ട്. ശിവസേന, സമാജ്വാദി പാർട്ടി, ലോക് ജനശക്തി പാർട്ടി, ശിരോമണി അകാലിദൾ, PDP, DMK, തെലങ്കാനയിലെ ഭാരത് രാഷ്ട്ര സമിതി എന്നിവയുൾപ്പെടെ നിരവധി പ്രാദേശിക പാർട്ടികളെ അദ്ദേഹം വിമർശനത്തിന്റെ പരിധിയിൽ കൊണ്ടുവരുന്നു. ഈ പാർട്ടികളിലെ പിന്തുടർച്ചാവകാശ തർക്കങ്ങളും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. 149 കുടുംബങ്ങളിൽ നിന്ന് ഒന്നിലധികം അംഗങ്ങൾ സംസ്ഥാന നിയമസഭകളിൽ ഉണ്ടെന്ന പഠന റിപ്പോർട്ടും 11 കേന്ദ്രമന്ത്രിമാർക്കും 9 മുഖ്യമന്ത്രിമാർക്കും കുടുംബ ബന്ധങ്ങൾ ഉണ്ടെന്ന കണ്ടെത്തലുകളും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കുടുംബാധിപത്യത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്നു. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ യഥാർത്ഥ വാഗ്ദാനമായ ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ഭരണം പൂർണ്ണമായി യാഥാർത്ഥ്യമാകണമെങ്കിൽ ഈ കുടുംബാധിപത്യ പ്രവണത അവസാനിപ്പിക്കണമെന്നും തരൂർ തീർത്തു പറയുന്നു. ശശി തരൂരിന്റെ ലേഖനം പാർട്ടിക്കുള്ളിൽ ഉണ്ടാക്കുന്ന പ്രതിസന്ധി വളരെ വലുതാണ്. തരൂരിനെതിരെ അച്ചടക്ക നടപടി കൈക്കൊള്ളണമെന്ന് ആവശ്യപ്പെട്ട് ഒരു വിഭാഗം നേതാക്കൾ ഹൈക്കമാൻഡിനെ സമീപിച്ചിട്ടുമുണ്ട്. മുൻപ് കോൺഗ്രസ് അധ്യക്ഷ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ തന്നെ തരൂരിനെതിരെ പാർട്ടിയിലെ ഒരു വിഭാഗം രംഗത്തെത്തിയിരുന്നു. വീണ്ടും കുടുംബത്തിനെതിരെ തിരിഞ്ഞ സാഹചര്യത്തിൽ നടപടിയെടുക്കാനുള്ള സമ്മർദ്ദം ഹൈക്കമാൻഡിനുണ്ട്. എന്നാൽ തരൂരിനെതിരെ നടപടിയെടുക്കുന്നത് പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് കൂടുതൽ മങ്ങലേൽപ്പിക്കാനുള്ള സാധ്യതയുമുണ്ട്. കഴിവിനെ അംഗീകരിക്കുന്നില്ല എന്ന വിമർശനം കൂടുതൽ ശക്തമാവുകയും തരൂരിനെ അനുകൂലിക്കുന്ന യുവതലമുറയിലെ നേതാക്കൾക്കിടയിൽ അസ്വസ്ഥത ഉണ്ടാക്കുകയും ചെയ്യും. തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കുകയും ബീഹാർ തിരഞ്ഞെടുപ്പ് അടക്കം അടുത്തിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ തരൂരിനെതിരെ നടപടിയെടുക്കുന്നത് പാർട്ടിക്ക് തിരിച്ചടിയാകാനുള്ള സാധ്യതയുമുണ്ട്. തരൂർ കേരളത്തിലെ കോർ കമ്മിറ്റി അംഗമാണ്. അദ്ദേഹത്തിന്റെ ലേഖനം പുറത്തു വന്നതിന് ശേഷം സംസ്ഥാന നേതൃത്വം ഇതുവരെ പരസ്യമായി അഭിപ്രായം പറഞ്ഞിട്ടില്ല. ദേശീയ നേതൃത്വത്തിനെതിരെ നിലപാടെടുത്ത ഒരു നേതാവിനെതിരെ ഉടൻ നടപടി എടുക്കണോ വേണ്ടയോ എന്നതിനെക്കുറിച്ച് മുതിർന്ന നേതാക്കൾക്കിടയിൽ ആശങ്ക നിലനിൽക്കുന്നു. കോൺഗ്രസിന്റെ പ്രധാന വിമർശന വിഷയമാണ് തരൂർ ലേഖനത്തിലൂടെ BJP തുറന്നുകൊടുത്തത്. കോൺഗ്രസ് നേതാവ് തന്നെ കുടുംബവാഴ്ച അംഗീകരിക്കുന്നുവെന്ന തരത്തിൽ BJP ഈ വിഷയം തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. തരൂരിന്റെ രാഷ്ട്രീയ ജീവിതം കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വവുമായി ഇടയ്ക്കിടെ അകലുന്നതിന്റെയും വീണ്ടും അടുക്കുന്നതിന്റെയും ഒരു ചലനാത്മകതയും കാണിക്കുന്നു.
ഇതിനു മുമ്പും അദ്ദേഹം പാർട്ടിയുടെ പ്രവർത്തന രീതികളെയും നേതൃത്വത്തെയും വിമർശിച്ചിട്ടുണ്ട്. AICC അധ്യക്ഷ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിലൂടെ അദ്ദേഹം പാർട്ടിയിലെ ആഭ്യന്തര ജനാധിപത്യത്തിന്റെ പ്രാധാന്യം ഉയർത്തിക്കാട്ടി. അടുത്തിടെയായി തരൂർ കോൺഗ്രസുമായി കൂടുതൽ അടുക്കുന്നതായി ചില സൂചനകൾ ഉണ്ടായിരുന്നു. സംസ്ഥാന തലത്തിൽ അദ്ദേഹത്തിന് കൂടുതൽ പ്രാധാന്യം ലഭിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഈ പുതിയ ലേഖനം ഉണ്ടാകുന്നത്. ഇത് തരൂർ തന്റെ പ്രത്യയശാസ്ത്ര നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നു എന്നതിന്റെ സൂചനയായും കണക്കാക്കാം. അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിലെ അധികാര കേന്ദ്രീകരണത്തെ ചോദ്യം ചെയ്യാനുള്ള ഒരു പരോക്ഷ ശ്രമമായിട്ടും ഇതിനെ വിലയിരുത്താവുന്നതാണ്. ശശി തരൂരിന്റെ ലേഖനം കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ആഭ്യന്തര പ്രതിസന്ധി മാത്രമല്ല, പാർട്ടിയുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു അടിസ്ഥാനപരമായ ചോദ്യമാണ് ഉയർത്തിയിരിക്കുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ചും കോൺഗ്രസിന്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം ഈ ലേഖനത്തിന്മേലുള്ള ഹൈക്കമാൻഡിന്റെ പ്രതികരണവും തുടർ നടപടികളും നിർണായകമാകും.